ഉള്ള കപ്പിൾസ് കുട്ടികൾ വേണ്ടാന്നൊക്കെ തീരുമാനിച്ചിട്ട് അവർ രണ്ടാളും മാത്രം മതി. എനിക്കൊന്നു അതില് എക്സ്പെൻസ് ഒരു ഫാക്ടർ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ടൈം. അതിനകത്ത് ഒരു റിയലൈസേഷൻ തോട് വരുമ്പോഴാണ് അവരെല്ലാം ഡിസിഷൻ ചിലപ്പോൾ മാറാതിരിക്കാം. അറ്റ് ദി എൻഡ് അത് സൊസൈറ്റി അതിൽ ഇടപെടാതെ അതൊരു പേഴ്സണൽ ചോയ്സ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിലാണ് നമ്മൾ പറയുന്നത് റെസ്പെക്ട്. നമ്മളിപ്പോ ഞാൻ എടുത്തൊരു ഡിസിഷന് എനിക്ക് റെസ്പെക്റ്റാ വേണ്ട, എന്റെ കൂടെ മുന്നിൽ കയറും അത് ബോധറി അത് ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ദെയർ ലൈഫ്, ഇറ്റ്സ് അവർ ലൈഫ്, അല്ലെങ്കിൽ ഇറ്റ്സ് ദെയർ ലൈഫ് എന്നുള്ളത്. ഇപ്പൊ പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആരും ചോദിക്കുക കുട്ടികളെ പ്ലാനൊക്കെ എന്താ ചോദിക്കും. ഇന്ന് ആരെങ്കിലും ചോദിക്കുമോ? ഒരു 2 വർഷം കഴിയുമ്പോൾ പേടിച്ചിട്ടായിരിക്കും ചോദിക്കുക എനിക്ക് കുട്ടികളുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഫാമിലി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ ചോദിക്കാം. പണ്ട് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ആൾക്കാർ അതെങ്ങനെ ചോദിക്കുന്നു. പിന്നെ മൂവിയുടെ പെരുന്നാളിലൂടെ ഡേയ്സിൽ കഴിയുമ്പോണ്ടല്ലോ കല്യാണം കഴിഞ്ഞാൽ കോളേജ് കഴിയുമ്പോൾ ചോദിക്കും എന്നാ കുട്ടികൾ കഴിയുമ്പോൾ അടുത്ത ഓൾവേസ് കണക്റ്റഡ്. പക്ഷെ ഇന്നത്തെ ജനറേഷനോട് ചോദിക്കാനായിട്ട് ജെൻസിയോട് ചോദിക്കാനായിട്ട് ആൾക്കാർ കുറച്ച് പേടിയുണ്ടാവും.